പ്രൈസ് ലോർഡ്. എല്ലാവരും ബൈബിൾ എടുക്കാമോ? സോങ് ഷീറ്റിൽ സങ്കീർത്തനം ഇല്ല. സങ്കീർത്തനം 92, സാബത്ത് ദിവസത്തേക്കുള്ള ഗീതം. ഇതിൻ്റെ 5-ാമത്തെ വചനം പ്രതിവചനമായിട്ട് പാടുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികളെ അങ്ങയുടെ ചിന്തകൾ എത്ര ഗാഢം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര ഗാഢം. സങ്കീർത്തനം 92.
വളരെ മനോഹരമാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. ഇന്ന് സങ്കീർത്തനങ്ങൾ നമ്മൾ കുറേ കൂടുതൽ പാടിയില്ലേ? അത് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. നമ്മൾ ആ സങ്കീർത്തനമാലയിൽ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിപ്പോൾ സമയം പോകും. അതിനകത്തും ഈ പറയുന്ന പുതിയ കാര്യങ്ങളാണ് ആ സങ്കീർത്തനത്തിലെല്ലാം നമ്മൾ കേട്ടത്. ഓക്കെ, നമ്മൾ ഈ 19-ാം സങ്കീർത്തനത്തിനെ സൂചനയായിട്ട് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഈശോയിലൂടെ വരാനിരിക്കുന്ന വചനത്തെ തന്നെയാണ്, ഈശോയുടെ ജീവിതത്തെ തന്നെയാണ് ഈ 19-ാം സങ്കീർത്തനം മുഴുവനും. ഈ രക്ഷാകര പുതിയ നിയമത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞെന്നുള്ളത് ഭയങ്കര രസമാണത്. ഒന്ന് അല്പം പാടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് കിടക്കാം. അംബരമനവരതം അംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ഇനി നമ്മുടെ ട്യൂണിൽ പാടാം. 19 ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകലിനോട് വിരാമം സംസാരിക്കുന്നു. രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. തൽക്കാലം നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഈ ആകാശവും ഭൂമിയും വാനവിധാനങ്ങളുമെല്ലാം നമ്മളിപ്പോൾ നേരത്തെ പാടി തുടങ്ങിയ സംഗീതം അത് തന്നെയായിരുന്നു. അങ്ങയുടെ സൃഷ്ടികൾ എത്ര, കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അപ്പോൾ ഈ ഒന്ന് സങ്കീർത്തനത്തിൻ്റെ ഒരു മനോഹാരിത, കവിതയാണ്, കവിതാത്മകതയാണ്. അതോടൊപ്പം അതിൽ പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങളെല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതിൽ ആകാശം, വാനവിധാനങ്ങൾ, ഈ ഭൂമി മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ്? ഇവയെല്ലാം അങ്ങയുടെ കരവിരുതാണ്. അപ്പോൾ കരവിരുത്, ദൈവത്തിൻ്റെ കരവിരുത്. ദൈവം സകലതും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? സകലതും സൃഷ്ടിച്ചത് തൻ്റെ വചനത്താൽ അവൻ എല്ലാം സൃഷ്ടിച്ചു. ആ വചനമാണ് മനുഷ്യനായി അവതരിച്ചത്. അങ്ങനെ ആ മനുഷ്യാവതാരത്തിലൂടെ ആ വചനം താൻ സൃഷ്ടിച്ച സൃഷ്ടികളെ പുതിയതാക്കി സൃഷ്ടിക്കുന്നു. അതാണ് രക്ഷാകര പദ്ധതിയുടെ ഒരു രഹസ്യം. താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികളെ, താൻ സൃഷ്ടിച്ച സൃഷ്ടികളെ. ശരി, മാറ്റി വെച്ചോ, കൂട്ടിപ്പോയി. ഇവിടെ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ ആരംഭിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവർത്തനം
ഈ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും. ഇപ്പം നമ്മൾ ചില പൂക്കൾ കണ്ടിട്ടില്ലേ, രാവിലെ ഒരു കളറ്, ഉച്ചയാകുമ്പോഴേക്കും നിറം മാറുന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും വേറെ. ഞാനിത് നോക്കി നിന്നിട്ടുണ്ട് പല പ്രാവശ്യം ഇല്ലേ. ഞാൻ വളരെ നാൾ നോക്കി നിന്നിട്ടുള്ളതാണ്. പാവയ്ക്ക നട്ടു, അത് വളർന്നു, അത് പടരുമ്പോൾ അതിൻ്റെ ഒരു നൂല് സ്പ്രിങ് മാതിരി ഇങ്ങനെ കറങ്ങും. ഹലോ, എന്താണ് ഫാൻ? അപ്പൊ ഈ സ്പ്രിങ് മാതിരി കറങ്ങണത് കാണാൻ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഒന്നത് കറങ്ങൂല. കുറേ നേരം അവിടെ നിന്നിട്ട് കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും പോയി വരുമ്പോഴേക്കും അത് സ്പ്രിങ് ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം ഈ ചെടി എന്നെ നോക്കി നിൽക്കായിരുന്നല്ലേ അർത്ഥം. നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഈ പാവയ്ക്കയുടെ ആ സ്പ്രിങ് എങ്ങനെയാവണമെന്ന്. അതിൻ്റെ വള്ളി പടരാൻ വേണ്ടി അതിങ്ങനെ സ്പ്രിങ് ആയിട്ട് അതുമ്മ കയറി ഇങ്ങനെ പിടിച്ച് ഒരു ചെറിയ കമ്പുമ്മ അതിങ്ങനെ കറങ്ങി പിടിക്കണം. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഇത് അനങ്ങൂല. ഞാൻ കുറച്ച് നേരത്തേക്ക് നിന്ന് കഴിഞ്ഞൊന്ന് വെള്ളം കുടിച്ച് ഞാൻ പോയി വെള്ളം കുടിച്ച് വരുമ്പോഴേക്കും അത് സ്പ്രിങ്ങായി. ഇങ്ങനെ നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ ചെടികളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനമുണ്ട്. അതാണ് സങ്കീർത്തനം 13. ഇന്നലെ കൊച്ചുറേസി പറഞ്ഞില്ലേ, കൊച്ചുറേസിയുടെ ഒരു ഡയലോഗ് എന്തായിരുന്നു? ജ്ഞാനം, അപ്പേ ഇത് ജ്ഞാനം 13 അധ്യായത്തിൽ എഴുതിക്കുന്നതല്ലേ? ആ മോളെ, എന്തെന്നാണത്? സൃഷ്ടികളിലെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്നും സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യത്തെ അറിയാം. സൃഷ്ടാവിൻ്റെ, അതാണ് ഫ്രാൻസിസ് അസീസി എല്ലാം. അസീസിയിൽ ആ ഗ്രാമത്തിൽ ഒരു ഭാഗം, ആ കൊവേന്തയുടെ അകത്ത് ഒരു ഭാഗം ഒന്നും ചെയ്യേണ്ടിട്ടേക്കാണ്. ഒന്നും ചെയ്യണ്ട, അത് അതിൻ്റെ വഴിയിൽ നടന്നോട്ടെ, കാട് വെട്ടുകയോ ഒന്നും വേണ്ട. ആ ഭാഗമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗം. മനുഷ്യൻ ചെന്ന് അതിനെ വെട്ടി മുറിച്ചെല്ലാം കൃത്യമാക്കണം. അത് ദൈവം അതിന് കൊടുത്ത രീതിയിൽ അങ്ങ് വളർന്നു വരികയാണ് അനുവദിക്കുന്ന പറയണേ. നമ്മളുടെ ഭാഷയിൽ അയ്യോ അവിടെ കാട് പിടിച്ചു പോവില്ലേ? അതെ, അങ്ങനെ കാട് പിടിക്കട്ടെ. ആ സൃഷ്ടി അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അങ്ങ് വളരട്ടെ. അങ്ങനെ ഒരു ഭാഗം ഉണ്ട് അവിടെ. അങ്ങനെ ഒരു തീരുമാനിച്ചു, ഈ ഭാഗത്ത് നമ്മളൊന്നും ചെയ്യണ്ട, അത് അവരുടെ ഇഷ്ടംമാതിരി വളരട്ടെ. അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വെട്ടി വെളുപ്പിച്ച് ബ്യൂട്ടിഫുൾ ആക്കിയേക്കാളും മനോഹരമായിട്ടുള്ളത് നമ്മളൊന്നും ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള മാതിരി വളർന്നതാണ്. ഇതൊക്കെയാണ് മോഡേൺ തിങ്കിങ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുറ്റത്തെ പുല്ലൊന്നും പറിക്കണ്ട. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കണം, ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി. എന്താണ്? ഇപ്പൊ പുല്ലേ ഇല്ല, എല്ലാം വലിയ ടൈൽസും കോൺക്രീറ്റും ആയി കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്കൊന്ന് സംക്ഷിപ്തമാക്കണം. ഈ സങ്കീർത്തനത്തിൽ ഈശോയുടെ വചനമാണ് അവിടുത്തെ വിഷയം. ആ വചനമാകുന്ന ദൈവം സകലത്തെയും വചനത്തിലൂടെ സൃഷ്ടിച്ചു. ആ സൃഷ്ടികളെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി പറയാൻ പോണതെല്ലാം വചനത്തിൻ്റെ വിസ്മയാവഹമായ പ്രവർത്തനവും മിശിഹാ രഹസ്യങ്ങളുമാണ്. ക്രിസ്റ്റോസെൻട്രിക് അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതിലൊന്നാണ് പകലിനോടവിരാമം സംസാരിക്കുന്നു, രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഇവിടെയുള്ള ഒരു ഭയങ്കര സിദ്ധാന്തം, ഈ പ്രകൃതിയിൽ തന്നെ രാത്രി ഒരിക്കലും പകലിനോട് സംസാരിക്കില്ല.
പകൽ ഒരിക്കലും രാത്രിയോട് സംസാരിക്കില്ല. പകല് അടുത്ത പകലിനായി കാത്തിരിക്കുന്നു. പകല് അടുത്ത പകലിനായി കാത്തിരിക്കുന്നു. രാത്രി അടുത്ത രാത്രിക്കായിട്ട് കാത്തിരിക്കുന്നു. പകൽ പകലിനോടവിരാമം സംസാരിക്കുന്നു. അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയാണ്. പകൽ പകലിനോടും രാത്രി രാത്രിയോടുമാണ്. അത് വലിയൊരു സിദ്ധാന്തമാണ്, ഒരു ഫിലോസഫിയാണ്, ഒരു ആത്മീയതയാണ്. ആ ആത്മീയതയിൽ രാത്രി രാത്രിയോട് സംസാരിക്കുന്നു. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്തത്, ഇല്ലേ? ഏത് രാത്രി? നമ്മുടെ ആത്മാവിന്റെ രാത്രിയിൽ ദൈവത്തിന്റെ ജ്ഞാനമാകുന്ന രാത്രി. അത് നമ്മുടെ ആത്മാവിനൊരു രാത്രിയുണ്ട്. ആ രാത്രി എന്ന് പറയുന്നത് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും സാന്ദ്രത നിറഞ്ഞ ഒരവസ്ഥയാണ്. അതായത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉച്ചകോടി അനുഭവത്തിൽ ഒന്നും കാണാൻ പറ്റാത്ത ഇരുണ്ട കനത്ത ഇരുട്ടുള്ള ആ രാത്രിയിൽ രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അപ്പൊ അവിടുത്തെ ആദ്യത്തെ രാത്രിയും രണ്ടാമത്തെ രാത്രിയും എന്താണ്? ആദ്യത്തെ രാത്രി അദൃശ്യമായ ദൈവമാണ്. ആ രാത്രി അദൃശ്യനായ ദൈവം. ദൈവത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല. അതാണ് ഈശോ പറഞ്ഞത്, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവം അദൃശ്യനാണ്, അരൂപിയാണ്. എന്നാൽ വിശ്വാസത്തിലൂടെ നമുക്ക് കാണാം. ആ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. അപ്പൊ ആദ്യത്തെ രാത്രി വിശ്വാസത്തിൻ്റെ അവസ്ഥയാണ്, നമ്മുടെ വിശ്വാസമാണ്. ദൈവം നമ്മോടൊത്തുണ്ട് എന്ന ശക്തമായ ബോധ്യമാണ് രാത്രി. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ആ രാത്രി ആ ദൈവം നമ്മുടെ ആത്മാവിൽ മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നിനെ ദർശിക്കാതെ നമ്മുടെ ആത്മാവിൽ ഇരുണ്ട അവസ്ഥ, അതാണ് രണ്ടാമത്തെ രാത്രി. അങ്ങനെയുള്ള അവസ്ഥയിലാണ് രാത്രിക്ക് വിജ്ഞാനം. ഇതാണ് കോണ്ടംപ്ലേഷൻ. ഇതാണ് യോഹന്നാൻ ക്രൂസ് എല്ലാം പറയണ ഇരുണ്ട ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയുടെ ഒരു ആദ്യ ഭാഗം. അവിടെ രാത്രിക്ക് വിജ്ഞാനം പകരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ആ ഇരുണ്ട രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിലേക്ക് ജ്ഞാനം പകരുന്നു. അതാണ് കർത്താവ് ഈശോ മിശിഹായിലൂടെ ചെയ്യാൻ പോകുന്നത്, ചെയ്തു കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ആ കോണ്ടംപ്ലേഷനിൽ വരുമ്പോൾ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അതാണ് കോണ്ടംപ്ലേഷൻ. ഇത് പ്രകൃതി നോക്കുകയാണെങ്കിൽ അവരും മിണ്ടുന്നില്ല, അവരാരും മിണ്ടുന്നില്ല. പക്ഷെ അവരെല്ലാം ദൈവത്തെ മിണ്ടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെങ്ങും ഈ കവുങ്ങും ഈ പ്ലാവും ഈ മാവും ഈ വാനമേഘങ്ങളും എല്ലാം ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു, അവയുടെ വാക്കുകൾ
അതിർത്തിയോളമെത്തുന്നു. നിൽക്കട്ടെ. ഒന്ന്, ഈ പ്രകൃതി എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പാവയ്ക്ക അത് എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെന്നോട് എന്താ പറഞ്ഞത്? നീ ഇവിടെ നിന്ന് മാറിയാലേ ഞാൻ ചുറ്റുള്ളൂ. എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ആ പാവയ്ക്കയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ കുഞ്ഞുനാളിൽ കണ്ട ഒരു സംഭവമാണ്. ഞാൻ ഒരു ദിവസം മുഴുവനും അതിൻ്റെ പുറകെ നടന്നു, അത് ഈ സ്പ്രിങ് ആവണതെന്ന് കാണാനായിട്ട്. അതൊരു സന്ദേശം എനിക്ക് തന്നു. ആ സന്ദേശം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ആ സന്ദേശം ഇതാണ്: നമ്മളറിയാതെ ദൈവം അതിൽ പ്രവർത്തിക്കുന്നു. അവര് ശബ്ദിക്കുന്നില്ല എന്ന പോലെ നമ്മുടെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും അങ്ങനെ ഒരവസ്ഥയിലാണ്. അവരിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം ലോകം മുഴുവനും പ്രസരിക്കുന്നുണ്ട് എന്ന പോലെ നമ്മളാകുന്ന സൃഷ്ടിയുടെ ഉള്ളിൽ ദൈവമാകുന്ന സൃഷ്ടാവ് രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. എങ്ങനെയാണത് പകരുന്നത്? അതാണ് നമ്മുടെ കോണ്ടംപ്ലേഷൻ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അപ്പോ ഇത് ക്രിസ്തുവാകുന്ന വചനം, ഈ ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കരവിരുതായ വചനം, പകലിനോട് സംസാരിക്കുന്ന വചനം, രാത്രിക്ക് വിജ്ഞാനം പകരുന്ന വചനം, ശബ്ദമില്ലാതെ, വാക്കുകളില്ലാതെ, ഭാഷണമില്ല, വാക്കുകളില്ല, സംസാരമില്ലാതെ നമ്മുടെ ആത്മാവിലൂടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എന്ന് പറയുമ്പോൾ ഒരു ഭൗമികമായ ലോകവും ആയിട്ടും ചിന്തിക്കാം. അതിലപ്പുറം ആത്മീയമായ അന്ധകാരത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ, അതാണ് ലോകത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലവുമാകാം ലോകത്തിൻ്റെ അതിർത്തി. അവിടേക്ക് ഇത് പ്രസരിക്കും. എങ്ങനെ പ്രസരിക്കും? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. ഒന്നുകൂടി പാടിയേ. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അതായത് ദൈവത്തിൻ്റെ രക്ഷ യേശുവാകുന്ന വചനത്തിലൂടെ കോണ്ടംപ്ലേറ്റീവായിട്ട് ഇപ്പോൾ കൊച്ചി ത്രേസ്യ ലിസിയിലെ കാർമൽ കോൺവെൻറ്റിൻ്റെ മുറികളിൽ 8-9 വർഷം ജീവിച്ചു. പുറത്തെങ്ങും പോയിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല, ഭാഷണമില്ല,
വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. പക്ഷെ നമ്മുടെ ഈ കേരളത്തിലുള്ള എല്ലാ വീട്ടിലും കൊച്ചു ത്രേസ്യ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? നല്ല ഉദാഹരണമല്ലേ? ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, ഇന്നലെ വന്ന ജോസ് ചേട്ടൻ, ഇപ്പം ഞങ്ങൾ ലിസ്യുവിൽ ഒരു ആരാധനാലയം തുടങ്ങി. അവിടെ കുറേ നാൾ നമ്മുടെ ടീം അംഗങ്ങളൊക്കെ ആരാധിച്ചിരുന്നു. കൊച്ചു ത്രേസ്യയായിട്ടൊക്കെ ഭയങ്കര സംഭാഷണത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ തറവാട്ടിൽ കൊച്ചു ത്രേസ്യയുടെ വലിയൊരു സ്റ്റാച്ചു. നമ്മൾ ഇതെങ്ങനെ വന്നു ഇവിടെ? ഇതിപ്പോൾ 1 മാസമായിട്ട് ഇവിടെ തന്നെയാണ്. ആ 1 മാസം കൃത്യം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറയാണ്, ഇതൊരു എന്താ പറയുന്നത്, പിൽഗ്രിം സ്റ്റാച്ചു. അതായത് 1 മാസം ഒരു വീട്ടിൽ വെച്ച്, അടുത്ത മാസം വേറൊരു വീട്ടിൽ വെച്ച്, ഒരാഴ്ച ഒരു വീട്ടിൽ വെച്ച്, അടുത്ത ആഴ്ച. പക്ഷെ അടുത്ത ആഴ്ചക്കാർക്ക് അവിടെ എന്തോ അസൗകര്യമായിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വെച്ചോളാന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ആഴ്ച വെക്കണവർക്കും അസൗകര്യമായിട്ട് പറഞ്ഞ് ഞങ്ങൾ പിന്നെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ആഴ്ച വെക്കണവർക്കും അസൗകര്യമായിട്ട്. അങ്ങനെ ഈ സ്റ്റാച്ചു നമ്മുടെ വീട്ടിൽ തന്നെ 1 മാസമായി. ഒരുപക്ഷെ ഞാൻ വരാൻ കാത്തിരിക്കുകയായിരുന്നായിരിക്കും. എന്തിനു പറയുന്നു? നമ്മുടെ ചെറുപുഷ്പ ലീഗായിട്ടും ആ ലീഗായിട്ടും എല്ലാ വീട്ടിലും കൊച്ചു ത്രേസ്യയുണ്ട്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. നിൽക്കട്ടെ. അപ്പൊ ഇത് ഒരു വിധത്തിൽ ഈ കോണ്ടംപ്ലേറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഒരു രഹസ്യമാണ് ഇവിടെ പറയുന്നത്. ഇവ മദർ തെരേസ അല്ലെങ്കിൽ അമ്മ തെരേസ, യോഹന്നാൻ ക്രൂസ്, കൊച്ചു ത്രേസ്യ, അതുപോലെ വളരെ വിശുദ്ധരെല്ലാം, എന്താണ്, കുറെ പേര് വരണ്ട് മനസ്സിൽ. നമ്മുടെ ജർമ്മനിയിലെ ബെനഡിക്റ്റ ഈഡിസ്റ്റൈൻ താമസിച്ച സ്ഥലത്തും ഈഡിസ്റ്റൈനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ അവിടെയുള്ളവർ പറഞ്ഞു, ഇവിടെയാണ് ഈഡിസ്റ്റൈൻ താമസിച്ചിരുന്ന കോൺവെന്റ്, ഇവിടെ വെച്ചാണ് ഈഡിസ്റ്റൈനെ അറസ്റ്റ് ചെയ്തതൊക്കെ. നിങ്ങൾക്ക് ഇച്ചിരി കൊതിയാവട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അവരുടെ എല്ലാം ആ ആത്മീയതയിൽ എൻ്റെ മാതിരി മൈക്കൊന്നും പിടിച്ച് അവർ പ്രസംഗിച്ചൊന്നുമില്ല. പക്ഷെ അവരിന്ന് ലോകത്തിൽ ഈ ആത്മീയത പ്രസരിച്ചു. അപ്പോൾ നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ വലിയ ഒരു തരംഗം പ്രസംഗത്തിലൂടെ അല്ല, വാസ്തവത്തിൽ കോണ്ടംപ്ലേഷനിലൂടെയാണ്. നമ്മുടെ ആത്മാവിൽ രാത്രിക്ക് വിജ്ഞാനം പകരുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ വചനം, യേശുവാകുന്ന വചനം വന്നു കഴിഞ്ഞാൽ, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. ഇച്ചിരി വെറും വെള്ളം തരണം, ചൂടുവെള്ളം. അങ്ങനെ അത് നമ്മുടെ ആത്മാവിൽ നിന്ന് അതിനെ ഈ ചെടികളും വാനമേഘങ്ങളും പ്രസരിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആത്മാവിൽ നിന്ന് ലോകം മുഴുവനിലേക്കും പ്രസരിക്കാനുള്ള ഒരു സെറ്റിംഗ് ആണ്, ഒരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണ് അതിനുള്ളത്. ഓട്ടോമാറ്റിക് സെറ്റിംഗ്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അതാ വചനത്തിൻ്റെ ഇൻഹറന്റ് എബിലിറ്റി, പവറാണത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതിനു വേണ്ടി ആയിരിക്കും മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഈ ഭൂമിയെ മുഴുവനെയും രൂപാന്തരപ്പെടുത്താൻ
മണ്ണിൽ നിന്നും എടുത്ത മനുഷ്യനിലൂടെയാണ് ഈ വചനം ലോകം മുഴുവനിലും പ്രസരിക്കുക. ഈ മണ്ണിനെ തന്നെ, ഈ പ്രപഞ്ചത്തെ തന്നെ രൂപാന്തരപ്പെടുത്തും. ഈ പ്രപഞ്ചം തന്നെ പുതിയ ആകാശം, പുതിയ ഭൂമിയായിട്ട് മാറും. അത് ആരിലൂടെയാ? അത് മനുഷ്യനിലൂടെയാ നടക്കുക. എന്തുകൊണ്ടാണ്? മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ഈ മനുഷ്യൻ മണ്ണുമായിട്ട് അവൻ ഒരു സഹോദരീയ ബന്ധത്തിലാണ്. മണ്ണ് എൻ്റെ സഹോദരിയാണ്. ഓ ബ്രദർ സൺ, ഓ സിസ്റ്റർ മോം, ഐ ലവ് യു. ഓ ബ്രദർ എർത്ത്, ഓ സിസ്റ്റർ വാട്ടർ, ഐ ലവ് യു. ഇതല്ലേ സ്വാൻസി പാടിയിരുന്നത് ഇല്ലേ? അപ്പോ ഈ പ്രപഞ്ചം മുഴുവനും, ഇവിടുത്തെ മണ്ണും വെള്ളവുമെല്ലാം ദൈവത്തിന്റെ സൃഷ്ടി ആയതുകൊണ്ടും ആ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യനെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ടും മണ്ണുമായിട്ട് മനുഷ്യന് സാഹോദര്യത്തിലാണ്. അപ്പൊ ഈ മണ്ണിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെ കൊടുത്താൽ മതി? മനുഷ്യന്റെ ജീവനിലേക്ക് കൊടുത്താൽ മതി. മനസ്സിലായോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്? ഒരു നിവൃത്തി ഉണ്ടായിരുന്നേ അങ്ങനെ ചെയ്യില്ലായിരുന്നു. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ മണ്ണിനെ മുഴുവനും വിണ്ണാക്കാൻ വേണ്ടിയാണ്. മണ്ണിനെ മുഴുവനും വിണ്ണാക്കാൻ. അങ്ങനെയാണ് കാലക്രമേണ ലോകം മുഴുവനും സ്വർഗമായി മാറുന്നത്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇതിപ്പോൾ നമുക്ക് ചിലവർക്കൊക്കെ തോന്നി ഇതൊക്കെ ഞാൻ കേട്ടിട്ട് എന്ത് പ്രയോജനം, നമുക്കിവിടെ വല്ല കാര്യം, നമ്മളുടെ നാളത്തെ ജീവിതത്തിൻ്റെ കാര്യം പറയാൻ. ഇതാണിപ്പോൾ ചിലവരുടെ ചിന്ത. ഞാൻ ക്ഷമിക്കണം, ചിന്തിച്ചോ? ആ ചിന്തനെയൊക്കെ ഇപ്പം ഞാൻ മാറ്റാൻ പോവുകയാണ്. കാരണം എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തയെ മാറ്റാൻ പറ്റിയ സാധനം ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉള്ളിൽ എനിക്ക് കയറാം. കാരണം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവും എന്നുള്ള പരിശുദ്ധാത്മാവും ഞങ്ങൾ ഒന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവിൻ്റെ അകത്ത് കയറി എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഉള്ള പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ചിന്ത എന്നിനകത്ത് വരണോ? കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആ ചിന്തയെ മാറ്റാൻ തരത്തിലുള്ള വചനം ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങളുടെ യുക്തിയെ എൻ്റെ ആത്മാവ് മാറ്റും. നിങ്ങളുടെ യുക്തിക്ക് എൻ്റെ ആത്മാവിനെ മാറ്റാൻ പറ്റില്ല. ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത് ഇല്ലേ? നിങ്ങൾ യുക്തി ചിന്തിച്ചുകൊണ്ടിരുന്നു, കുഴപ്പമില്ല. ആ ചിന്ത എൻ്റെ അകത്ത് കിട്ടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു ഇങ്ങനൊരു വചനം പറയും. അപ്പോൾ ആ യുക്തി മാറിക്കോളും. ഒന്ന് സ്തുതിച്ചേ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ്റെ യുക്തിയും ആത്മാവിൻ്റെ ശക്തിയും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി അതൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. എന്താണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, മണ്ണിലുമായിട്ട് സൃഷ്ടിച്ചതിലൂടെ മണ്ണുമായിട്ട് നമ്മൾ ഒരു സാഹോദര്യ ബന്ധത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ഈ മണ്ണിനെ, ഈ ലോകം മുഴുവനെയും രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് ഇനി ഒന്ന് ചെയ്താൽ മതി. ദൈവത്തിൻ്റെ മക്കളായി തീർന്ന ഈ മണ്ണിൻ്റെ മക്കളെ അവരിലേക്ക് കൃപ ഒഴുക്കിയാൽ ആ കൃപ എവിടെ ചെന്നെത്തും? ഈ മണ്ണിൽ ചെന്നെത്തും. താത്വികമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കി. ഇപ്പോൾ ഉപയോഗമൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് അവിടെ ഇരിക്കട്ടെ ഈ ഒരു ആശയം. ചിലപ്പോൾ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആക്കുമ്പോൾ നമുക്ക് തോന്നും, ഇവിടെ ഇഷ്ടം പോലെ മണ്ണുണ്ടല്ലോ, ഇതിനൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ഈ ഒരു ആശയം നല്ലതാണെന്ന് വിചാരിക്കുമായിരിക്കും. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ചേ. വളരെ ആനന്ദകരമായൊരു കാര്യമാണ് പറയാൻ പോകുന്നത്.
അപ്പോൾ ഇവിടെ ഒരു 2-3 ട്രാക്കിലാണ് ഈ ഒരു സങ്കീർത്തനം പോകുന്നത്. ഒന്ന്, ഈ സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ വചനത്താൽ അവരെ സൃഷ്ടിച്ച ആ വചനമാകുന്ന ദൈവത്തെ ആനന്ദിക്കുന്നു. അവര് ഒരു ട്രാൻസ്മിഷൻ നടത്തുന്നു. രണ്ടാമത്, പകലിനോട് ട്രാൻസ്മിഷൻ നടത്തുന്നു, രാത്രിയോട് ട്രാൻസ്മിഷൻ നടത്തുന്നു. എന്നാൽ അതിൻ്റെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള മനുഷ്യാത്മാവിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നടത്തുന്ന ഒരു ട്രാൻസ്മിഷനാണ് രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അത് യഥാർത്ഥമായിട്ട് പകരുമ്പോൾ ഒരു ഭാഷണമില്ല, ശബ്ദമില്ല. അതാണ് നമ്മൾ ഈശോയുടെ സന്നിധിയിൽ തന്നെ ഈശോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വചനം തരട്ടെ. അപ്പോൾ ശബ്ദമില്ലെങ്കിൽ തന്നെയും ഈശോ ആകുന്ന ദിവ്യവചനം ശബ്ദമില്ലാതെ തന്നെ നമ്മുടെ ആത്മാവിൽ ലയിച്ച്, നമ്മുടെ ആത്മാവിലൂടെ, കോണ്ടംപ്ലേഷനിലൂടെ, ഈ ലയനത്തിലൂടെ അത് ലോകം മുഴുവനെയും ഉപ്പിലിടാം, ലോകം മുഴുവനെയും പ്രസരിക്കാം. അങ്ങനെ പ്രസരിക്കുമ്പോൾ യേശുവാകുന്ന ഈ വചനം, ലോകരക്ഷകനാകുന്ന ഈ വചനം ലോകത്തിൽ എല്ലാവരിലും പടരും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അങ്ങനെ ലോകം മുഴുവനും യേശുവിനെ അറിയും. അപ്പോൾ എല്ലാവരെയും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതല്ലേ ഈശോ മത്തായി 14:24 പറഞ്ഞത്? മത്തായി 14:24 പറയുന്നത് എന്താ? ജനതകളുടെ സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം. ഏറ്റു പറഞ്ഞുകൊണ്ട്, ജനതകളുടെ സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം, രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. അപ്പൊ ഈ പ്രസംഗിക്കപ്പെടുമെന്ന് പറയുമ്പോ ഉടനെ ചിന്തിക്കരുത് മൈക്കെടുത്ത് പ്രസംഗിക്കണമെന്ന്. കൊച്ചു ത്രേസ്യ പ്രസംഗിച്ച പോലെ, അമ്മ ത്രേസ്യ പ്രസംഗിച്ച പോലെ, ജോൺ ഓഫ് ദ ക്രോസ് പ്രസംഗിച്ച പോലെ, ഈഡിത്ത് സ്റ്റൈൻ പ്രസംഗിച്ച പോലെ, എലിസബത്ത് ഓഫ് ട്രിനിറ്റി പ്രസംഗിച്ച പോലെ, ഫ്രാൻസിസ് അസീസി പ്രസംഗിച്ച പോലെ, സെയിന്റ് ക്ലെയർ പ്രസംഗിച്ച പോലെ. ഫ്രാൻസിസ് അസീസിയാണ് പറഞ്ഞത്, സുവിശേഷം പ്രഘോഷിക്കുവിൻ, അത്യാവശ്യമാണെങ്കിൽ സംസാരിക്കുക. സുവിശേഷം പ്രഘോഷിക്കുവിൻ, അത്യാവശ്യമാണെങ്കിൽ സംസാരിക്കുക. ഔസേപ്പിതാവ് പ്രഘോഷിച്ച പോലെ, മാതാവ് പ്രഘോഷിച്ച പോലെ ഇല്ലേ? സുവിശേഷമാണ് ഔസേപ്പിതാവ് പ്രഘോഷിച്ചത്, സാക്ഷാൽ സുവിശേഷം. പക്ഷെ എങ്ങനെയാ പ്രഘോഷിച്ചത്? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നാ എല്ലാവരുടെയും വീട്ടിൽ ഔസേപ്പിതാവുണ്ട്, മാതാവുണ്ട്. ഇപ്പോ എല്ലാ മഠത്തിലും സഭയിൽ എന്തോരം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, എന്തോരം അച്ഛന്മാർ, ഔസേപ്പിതാവാണ് പാട്രൺ ഓഫ് ദ ചർച്ച്. എന്നാൽ ഇവരുടെ ജീവിതകാലത്ത് ഇവര് സുവിശേഷമായിരുന്നോ ഇല്ലയോ? അതാണ് അവൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൾ എന്താണ് വാക്ക്, അപമാനിതയാകണ്ട. അവൾ അപമാനിതയാകണ്ട. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും. അതാണ് സുവിശേഷം. മാതാവ് മാത്രമാണ് വിശുദ്ധയായ ഒരേ ഒരാള്, പാപം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കൃപ കൊണ്ട് നിറഞ്ഞ ഒരേ ഒരു മനുഷ്യ വ്യക്തി. എങ്കിലും മാതാവ് ഇതൊക്കെ ചെയ്യണത് ശരിയല്ല, നീ തെറ്റാണ്, നീ അങ്ങനെയാണ് ചെയ്തത്, നീ ഇതൊക്കെ വല്ലതും പറഞ്ഞോ? ആരുടെയും കുറ്റം പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല.
എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. കണ്ടോ? ലൂർദിൽ ചെല്ല്, ഓരോ ദിവസവും എന്തോരം ജനങ്ങളാണ്. ഫാത്തിമായി ചെല്ല്, എന്തിന് വേളാങ്കണ്ണി ചെല്ല്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല മാതാവിൻ്റെ. എന്നാൽ ഈ സുവിശേഷം, ഈ യേശു രഹസ്യം അവർ പ്രസരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ eventually what will happen? ഈ ലോകം മുഴുവനും യേശുവിനെ അറിയുമോ? യേശുവിൻ്റെ സാക്ഷികളാകുമോ? അതാണ് കേട്ടത്. അപ്പോഴാണ് ലോകാവസാനം. ഇപ്പൊ തന്നെ ആൾക്കാർ ലോകാവസാനത്തിന്റെ സൈൻ കാണണം എന്നൊക്കെ പോലെ എന്തോരം മെസ്സേജുകളാണ് ഉണ്ടാവുന്നത്. ലോകാവസാനം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ ചില സിനിമയും കാണിക്കുന്നുണ്ട്. സുനാമി പോലെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. സുനാമിയുടെ പടമൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു വെച്ചേക്കാണ്. കട്ട് ആൻഡ് പേസ്റ്റ്, എളുപ്പപണിയായി. അപ്പൊ പലരും വിചാരിക്കുന്നത് സൂര്യനിരുളും. സൂര്യനിരുളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ, ആ സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി വിചാരിച്ച ഒരാൾ, ലൈൻമാൻ മറന്നുപോയി. രാവിലെ ആയിരുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് ആരെങ്കിലും കാണുന്നുണ്ടോ? പിന്നെ എന്താ കാണുന്നത്? സൂര്യൻ. എന്ന പോലെ യേശു വീണ്ടും വരുന്ന സമയത്ത് ഈ സൂര്യനേക്കാൾ 1000 മടങ്ങ് പ്രകാശത്തോടെ വരുമ്പോൾ ഈ സൂര്യന്റെ പ്രകാശം വല്ലവരും കാണുമോ? സൂര്യൻ ഇരുണ്ടമായിരിക്കുള്ളൂ. അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് കേട്ടോ. ഈ സങ്കീർത്തനത്തിൽ വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, ലോകം മുഴുവനും രാജ്യത്തിന്റെ, ആ വചനം ഒന്നുകൂടി വായിച്ചേ, 14:24 എന്ന് വായിച്ചേ ഒന്നുകൂടി. 24:14 കണ്ടോ? അതെപ്പോഴും എനിക്ക് തെറ്റിപ്പോണു. എന്തുകൊണ്ടാ? ഞാൻ ആദ്യം പഠിച്ചപ്പോൾ തെറ്റായിട്ടാണ് പഠിച്ചത്. ഞാൻ അപ്പോഴേ വിചാരിച്ച് സിസ്റ്റർ എന്താ ഇത്ര നേരമായിട്ട് പറയാട്ടത്. എനിക്കറിയാതെ ഞാൻ ആദ്യം അങ്ങനെ പറയും, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറയും. 14:24 എന്നാണ് എൻ്റെ കണക്കിൽ കിടക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത്, വചനം പഠിക്കുമ്പോൾ കുട്ടികളെ അവർ ഇത്രയൊന്നും പഠിപ്പിക്കേണ്ട, അവർക്കൊരു ആശയം പഠിപ്പിച്ചാൽ മതി. തെറ്റാണത്. വചനം കൃത്യമായി പഠിപ്പിക്കണം. കൃത്യമല്ലാതെ വെറും ആശയമായിട്ട് കിടക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം മുഴുവനും അങ്ങനെ കിടക്കുള്ളൂ. കുഞ്ഞുങ്ങളെ നിങ്ങൾ കിൻഡർ ഗാർഡനിലെല്ലാം പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവർക്കെല്ലാം മനസ്സിലാവും. അവരെ കൃത്യമായ വചനം ബൈഹാർട്ടാക്കണം. അവരുടെ ജീവിതകാലം മുഴുവനും അവരുടെ അകത്ത് കിടക്കും. ഏതുപോലെ? A for apple, B for boy, C for cat. പഠിപ്പിക്കുന്നുണ്ടോ? ഇതങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലേ? മാറ്റമുണ്ടോ? എന്ന പോലെയാണ് ശ്രവണത്തിലൂടെ അത് അവരുടെ ആത്മാവിൽ, അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു. നമ്മൾ അമേരിക്കയിൽ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മൾ A for ആപ്പിൾ എന്നാണ് പഠിച്ചാണ്. A for ആപ്പിൾ. അവിടെ ചെന്ന് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ആപ്പിൾ. അവർ പറയും അവിടെ ആപ്പിൾ എന്നല്ല പറയണത്. അവിടെ എന്താ പറയണേ? കൊച്ചു പിള്ളേരെ നമ്മൾ പഠിപ്പിക്കും അവര്. നോ നോ നോട്ട് ആപ്പിൾ, ഫോർ ആപ്പിൾ. കാരണം അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചേക്കണതൊക്കെ A for ആപ്പിൾ. അപ്പൊ നമ്മുടെ കിൻഡർ ഗാർഡനിൽ പഠിച്ചേക്കണത് നമ്മൾ ജീവിതകാലം മുഴുവൻ പറയും. അവരുടെ കിൻഡർ ഗാർഡനിൽ പഠിച്ചേക്കണത് അവർ ജീവിതകാലം മുഴുവൻ പറയും. നമുക്ക് ഇംഗ്ലീഷ് പറയണ കേട്ട് കഴിഞ്ഞാൽ ഒരാൾ ഏത് രാജ്യക്കാരനാണെന്ന് ഉടനെ മനസ്സിലാക്കാൻ പറ്റും.
ഇറ്റാലിയക്കാര് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലയോ? ഞാൻ ഗോവയിൽ പോയപ്പോൾ അന്ന് അവിടെ അച്ഛൻ കുർബാന അർപ്പിച്ച് ഇംഗ്ലീഷിൽ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചെന്ന് പറഞ്ഞു, അച്ഛൻ ഇറ്റലിയിലായിരുന്നില്ലേ? ആ, ഞാൻ 10 വർഷമായിട്ട് ഇറ്റലിയിലായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് കേട്ടപ്പോൾ മനസ്സിലായി. ഏത് രാജ്യത്ത് മലയാളി ഇംഗ്ലീഷ് പറയുമ്പോൾ മനസ്സിലാവും മലയാളിയാണ്, ബംഗാളി പറയുമ്പോൾ എളുപ്പം മനസ്സിലാവും, തമിഴ് പറയുകയാണെങ്കിൽ എളുപ്പമില്ല. എന്ന പോലെ നമ്മളെല്ലാവരുടെയും ആ വൊക്കാബുലറി ബേസിക് പഠിക്കണത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വചനത്തിൻ്റെ കാര്യമുണ്ട് പറയണേ. ഇപ്പം ഞാൻ ചില വചനങ്ങൾ കൃത്യമായിട്ട് പഠിക്കാഞ്ഞത് കൊണ്ട് ഇത്രയും വർഷമായിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. 24:14 എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി. ഒന്ന് കൂടി ഉച്ചത്തിൽ പറഞ്ഞേ. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി. വെയിറ്റ്. ഈ ഒറ്റ വാക്കിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എന്താ മനസ്സിലാക്കുന്നത്? ലോകം മുഴുവന്റെയും ആളുകൾ യേശുവിൽ വിശ്വസിക്കുവോ? പള്ളി പറഞ്ഞാൽ മതി. ഈ ക്രിസ്ത്യാനികൾ, ഈ ഹിന്ദുക്കളും മുസ്ലിമുകളും സർദാർജിമാരൊക്കെ യേശുവിൽ വിശ്വസിക്കുമോ? വിശ്വസിക്കോ? കണ്ടോ, പകുതിയിലധികം സിസ്റ്റേഴ്സ് മിണ്ടണില്ല. ഇത് വിശ്വസിക്കണം. ഇതാണ് ഇപ്പൊ നമ്മൾ ആ വിശ്വാസികൾ എന്നുള്ള പാട്ടിൽ എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതും പറഞ്ഞതും. എല്ലാ ജനതകളും അവിടെ നിന്ന് വഴി രക്ഷിക്കപ്പെടുന്നു. കണ്ടോ, എല്ലാ ജനതകളും. ജനതയെല്ലാം ചേലിൽ രക്ഷിതരായി, ചേലിൽ രക്ഷിതരായി, നാഥൻ വഴിയായി ഭൂവിൽ, പാപം നിയതം മോചി പവനി നാഥന്മാ. ഇന്നത്തെ ഈ വ്യാഖ്യാന ഗീതത്തിൽ എന്നെ വളരെയധികം സ്പർശിച്ചത് ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗദ്യഭാഗം നോക്കിയപ്പോൾ നമ്മുടെ തിയോളജിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയണത് തന്നെയാണ് പറഞ്ഞേക്കണത്. എന്താ പറയണേ? എല്ലാ ജനതകളും അവിടുന്ന് വഴി രക്ഷിക്കപ്പെടുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ എങ്ങനെ രക്ഷിക്കപ്പെടും? അവരെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കർത്താവ് അയച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു, ഇതാണ് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശുക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു കുരിശിൽ ബലിയർപ്പിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ലായിരുന്നു. ഈ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷ കാലഘട്ടത്തിലും ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. യേശു വചനം പ്രഘോഷിച്ചത് ക്രിസ്ത്യാനികളോടല്ലായിരുന്നു. നമ്മുടെ സെറ്റിംഗ് മാറണം. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ശിമയോനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് വിശ്വസിക്കുന്നുവോ? കാരണം ഇത് വിശ്വസിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആ കണ്ടന്റ് മുഴുവനും ആകണത്. അല്ലെങ്കിൽ അവരൊക്കെ അമ്പലത്തിൽ പോണ ആൾക്കാർ, അവരൊന്നും പള്ളി കയറ്റാൻ കൊള്ളിലോട്ട, അവരൊന്നും ഇട്ട് കയറ്റണ്ട, അവരൊന്നും. ഇത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ പള്ളി, നമ്മുടെ ആളുകൾ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള വിശ്വാസം, അവരൊക്കെ പിശാചുക്കളാണ്, അവർ പിശാചിനെ ആരാധിക്കുന്നത്, അവരങ്ങനെ. നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒന്നുമല്ല. എന്താണ് നമ്മുടെ വിശ്വാസം? സകല ജനങ്ങളും. ഒന്ന് വായിച്ചേ, ഈശോ പറഞ്ഞ 24:14 വായിച്ചേ. എല്ലാ ജനതകളുടെയും, എല്ലാവരും ഉച്ചത്തിൽ, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. ഓരോ വാക്കും ശ്രദ്ധിക്കണം. അതിൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം ഫരിസേയരും നിയമത്തിനും പറയുന്ന കാര്യമല്ല. ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം ഇത് ലോകമെല്ലാം പ്രഘോഷിക്കപ്പെടും. രാജ്യത്തിന്റെ
ഈ സുവിശേഷം എന്ന് പറയുന്നത് അതാണ്. ഈ യേശുക്രിസ്തുവിലൂടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന ആ സദ്വാർത്ത. ഏറ്റവും വലിയ പാപിയെ പോലും ഞാൻ അന്വേഷിച്ച് തോളിലേറ്റിട്ട് ഞാൻ കൊണ്ടുപോകും. അതാണ് കരുണയുടെ വർഷത്തിലെ ലോഗോ ഇല്ലേ? ഏറ്റവും വലിയ പാപിയെ പോലും ഞാൻ അന്വേഷിച്ച് നടന്ന് കാണാതെ പോയി ആടിനെ പോലെ ഞാൻ അന്വേഷിച്ച് ഞാൻ അവനെ എൻ്റെ തോളിലേറ്റി കൊണ്ടുപോകും. അതാണ് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞ, ഇനി എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ഇന്ന് രാവിലെ നമ്മൾ യുഗാന്ത്യത്തെ കുറിച്ച് തന്നെ കേട്ടത്. യുഗാന്ത്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോ ഇവിടെ ഭാഷണമില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യനൊരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്ന് മണവാളൻ എന്ന പോലെ സൂര്യനതിൽ നിന്ന് പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടമാരംഭിക്കുന്നു. ആകാശത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് കൈവീശി കാണിച്ച്. വളരെ രസകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇപ്പോ ഒന്നുകൂടി എടുക്കാം. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അപ്പോൾ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള ആളുകൾ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഇങ്ങനെ ഒരു ദിവസം വരുമോ? എത്ര പേര് അത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടൊന്ന് കൈപൊക്കി, ഒന്ന് ഉച്ചത്തിൽ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹ की जय बोलो, जय बोलो, जय बोलो, यीशु मसीह की जय बोलो, बोलो प्रभु यीशु क्रिस्त की जय. കഞ്ഞി കുടിച്ചില്ലേ, ചളങ്ങിയ ചെയ്യണത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞൊന്ന്, ബോലോ പ്രഭു യേശു ക്രിസ്തു കീ, രാജരാജേശ്വർ കീ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 10,000 പേര് ഹിന്ദിയിൽ ജയ് വിളിക്കുമ്പോഴേ, വാരണാസിയിലാണ്. വാരണാസിയിൽ IMS, ഇവിടെ വാരണാസിയിൽ ആരെങ്കിലും ഉണ്ടോ? വാരണാസി പോയവരുണ്ടോ?
വാരണാസിയില് സിസ്റ്റർ, വാരണാസിയിലെ IMS അച്ഛന്മാരുടെ ഒരാശ്രമമുണ്ട്. 10,000-ത്തിലധികം പേര് സാറ്റർഡേ സൺഡേയിൽ അവിടെ വരുന്നുണ്ട്. എല്ലാവരും ഹിന്ദുക്കളാണ്. ക്രിസ്തു ഭക്താസ് എന്നാണ് അവർ പറഞ്ഞത്. ക്രിസ്തു ഭക്താസ്. എന്ത് രസമാണ് അവരോട് വചനം പറയുമ്പോൾ എന്നറിയാമോ? ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവര് യേശുനാമം വിളിച്ച് ജയ് വിളിച്ചാൽ മതി. ബോലോ യേശുനാം നാം, ബോലോ യേശുനാം, ബോലോ യേശുനാം നാം, ബോലോ യേശുനാം. എല്ലാവരും ആടിപ്പാടി ബോലോ യേശുനാം നാം, ബോലോ യേശുനാം, ബോലോ യേശുനാം നാം, ബോലോ യേശുനാം. Come on. बोलो यीशु नाम नाम, बोलो यीशु नाम, 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 बोलो यीशु नाम नाम, बोलो यीशु नाम. വട്ടായി അച്ഛൻ ഇറക്കിയൊരു പുസ്തകമുണ്ട്, യേശുനാമ പുസ്തകം ഇല്ലേ? യേശുനാമം എന്നുണ്ട്. യേശുനാമം. അപ്പോൾ ഞാൻ അവിടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു ഏകദിന സെമിനാർ ഉണ്ടായിരുന്നു, ഏകദിന കൺവെൻഷൻ. ഞാൻ ഈ ആൾക്കാർ ഈ പുസ്തകം കാണിച്ചിട്ട് യേശുനാമം പറഞ്ഞ് ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. അത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം. ബോലോ യേശുനാം നാം, ബോലോ യേശുനാം, ബോലോ യേശുനാം നാം, ബോലോ യേശുനാം. എല്ലാവരും बोलो यीशु नाम नाम, बोलो यीशु नाम, बोलो यीशु नाम नाम, बोलो यीशु नाम, बोलो യേശുനാം നാം, बोलो യേശുനാം, बोलो യേശുനാം. അത് നിങ്ങൾക്ക് പറ്റൂല. അപ്പോൾ ഞാനിത് പാടുന്നത് ഈ ഭാരതവാസികൾ മുഴുവനും, ഹിന്ദുക്കളും മുസ്ലിം സിഖ് പഞ്ചാബി പാഴ്സി മുഴുവനും ഒരു നാളിൽ ഇതേമാതിരി പാടുവോ ഇല്ലയോ? അതിന്റെ സൂചനയാണ് ഈ പറഞ്ഞത്. 10,000-ത്തിലധികം ഹിന്ദുക്കൾ വാരണാസിയിൽ എല്ലാ സാറ്റർഡേയും, പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അവരോടൊക്കെ ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ എന്ത് രസമാണ്. ഹിന്ദി മേം വചൻ ഭാഷണ കർത്താ ചാഹിയേ. അപ്പം അവിടെ ഓക്കെ. അപ്പോൾ നമ്മളുടെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്. ഈ എല്ലാ ജാതി മതസ്ഥരിലും ഓൾറെഡി ക്രിസ്തു ഉണ്ട്. ഓൾറെഡി ഇപ്പൊ തന്നെ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ടാണ് 25 വർഷം മുമ്പ് നമ്മൾ എഴുതിയ വേറൊരു പാട്ടാണ്, എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു. എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു. എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു. അതാണ് ദൈവരാജ്യം, അതാണ് സ്വർഗരാജ്യം. കണ്ടോ? അന്നേ ഞാൻ അല്ലെങ്കിൽ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നത് ഇതാണ്. ഇതെല്ലാം സഭയുടെ പ്രബോധനങ്ങളിലും ഇപ്പം നമ്മൾ